ഈ ചങ്ങായി കാറ്റ് പോയ ബ്ലാഡർ പോലെയായി നൗഷാദ്. പറ്റൊന്നുമല്ലാതെ ആകുക എന്നൊക്കെ പറയുന്നത്. ഒരു മനുഷ്യന് ഇങ്ങനെ അതപ്പതിക്കാൻ ബാക്കിയുണ്ടോ? ഇങ്ങനെ അതപ്പതിക്കാൻ ബാക്കിയുണ്ടോ ഒരു മനുഷ്യന്? എന്തോ ഒരു നല്ലൊരു ചങ്ങായിയായിരുന്നു 2013 കാലങ്ങൾക്ക് മുമ്പ് ഈ ചങ്ങായി അറിയാം. ഇവനിനി ഇതിനേക്കാളും കേടിയിറങ്ങി ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു സ്റ്റേജ് കെട്ടിയാണ്ട് ആ സ്റ്റേജിൽ എത്രങ്ങാനും ആലിമീങ്ങളെ പറയാണ്ട്, എത്രങ്ങാനും കാര്യങ്ങൾ പറയാണ്ട്, എത്രങ്ങാനും വിഷയങ്ങൾ പറയാണ്ട്, എന്നിട്ട് ഇവൻ്റെ പണി കാന്തപുരം വിഭാഗത്തിന് അങ്ങനെ കുറ്റം പറഞ്ഞു കൊണ്ടെടുക്കുക. മറ്റുള്ളവരൊന്നും എടുക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിവരെ പേടിയുണ്ട്, അതിലൊക്കെ ഒന്ന് പേടിയുണ്ട്. ഇതിലിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടെടുക്കുക. ഇത് ജനങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ ബോധ്യപ്പെട്ടു, മനസ്സിലായപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും മാറി നിന്നിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഇതിങ്ങനെ ചിലത് പറയുന്നേക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും, ഞാൻ മോശമല്ല വെച്ചിട്ട് പറയാം. ഇപ്പം എന്നിട്ട് ഇതുവരെ പറഞ്ഞതിന് എങ്ങനെയായിരുന്നു അറിയോ? ശംസുൽ ഉലമയുടെ മേലെ ഒരു പണ്ഡിതനും ഇക്കാല അടുത്തൊന്നും കഴിഞ്ഞു പോയിട്ടില്ല എന്നായിരുന്നു. ശംസുൽ ഉലമൻ്റെ മേലെ ഈ അടുത്തൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. അത്രയും വലിയ പണ്ഡിതനാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമ മടവൂര് CM വലിയുള്ള ഈ ആയിരുന്നു നിയന്ത്രിച്ചിരുന്നത്, തെർബിയത്ത് ചെയ്തിരുന്നത്, ഇതൊക്കെ പറഞ്ഞിരുന്നത്. ശംസുൽ ഉലമ മഹാനാണത് വേറെ വിഷയം. പക്ഷെ ശംസുൽ ഉലമയെ മടവൂര് തെർബിയത്ത് ചെയ്തിരുന്നു ഉസ്താദിനെ. ഇത് നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് അങ്ങനെ ആ നിലക്കുള്ള ശംസുൽ ഉലമനെ അല്ല ഞങ്ങൾ പിന്തുടരുന്നത്. ഞങ്ങൾ പിന്തുടർന്ന ശംസുൽ ഉലമ മഹാനായ CM വലിയുള്ളാഹിയുടെ ഉസ്താദായ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയുടെ തെർബിയത്തിലാണ് മടവൂർ വളർന്നത്. അങ്ങനെ മടവൂർ എന്ത് ചെയ്തു? വലിയ മർത്തബയിലേക്ക് എത്തി. അത് ശരി തന്നെയാണ്. ഇനി കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് പറയണ്ടെന്ന് കേട്ടു. ഇനി കണ്ണിയത്ത് ഉസ്താദിനെ എടുത്തു നോക്ക്. ഇനി കണ്ണിയത്ത് ഉസ്താദിനെ എടുത്ത് നോക്കാം നമുക്ക്. കണ്ണിയത്ത് ഉസ്താദിനെ എടുക്കട്ടെ നോക്കാം. നമുക്കിപ്പോ ശരീഅത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ച ഒരു ആലിമിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് കാണിക്കാനുള്ളത് ആരെയാണ്? ഏത് കാലത്തും കണ്ണിയത്ത് ഉസ്താദിനല്ലേ. ഇതിന്റെ നേരെ മുന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ അറിയോ? ശരീഅത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ച ഒരു പണ്ഡിതനെ നമുക്ക് ലോകത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ശംസുൽ ഉലമ EK ഉസ്താദ് മാത്രമാണ്, വേറൊരാളും തന്നെ ഇല്ല എന്ന് പറഞ്ഞത്. ഇപ്പം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ശരീഅത്തിൻ്റെ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും ഒരു പണ്ഡിതനെ, വരാനുള്ളൊരു പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ കണ്ണിയത്ത് ഉസ്താദല്ലാതെ വേറെ ഒരാളും ഇല്ല. അപ്പം ഇവന് എന്തൊക്കെയാണ് അങ്ങനെ വിളിച്ചു പറയണേ? പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാരാണ്. ശംസുൽ ഉലമയും പണ്ഡിതൻ തന്നെ, കണ്ണിയത്ത് ഉസ്താദും പണ്ഡിതൻ തന്നെയാണ്. എല്ലാവരും വലിയ വലിയ മഹാന്മാർ തന്നെയാണ്. കണ്ണിയത്ത് ഉസ്താദ് ഒരു വറയുള്ള ആലിമായിരുന്നു. ഔലിയാക്കന്മാരൊക്കെ അംഗീകാരം കൊടുത്ത ആലിമ, ശരീഅത്തിന്റെ വലിയായിരുന്നു എന്നൊക്കെയാണ് മശായിഖ് അവരെ കുറിച്ച് പറയാം. ശരീഅത്തിന്റെ വലിയായിരുന്നു എന്നുള്ള എൻ്റെ കോമാടനും അഥവാ പിന്നെ സുലൈമാൻ്റെയും പറഞ്ഞിട്ട് വേണ്ടടോ ഞങ്ങൾക്ക്. മശായിഖ് അവരെ കുറിച്ച് പറയാന്ന് പറയുന്നത് ആരാണ്? ഈ സുലൈമാനാണ് ഈ പറയുന്നത്. ശംസുൽ ഉലമ ആട്ടിത്തച്ച സുലൈമാണ്ടല്ലോ, ആ സുലൈമാനാണ് ഇപ്പോൾ ഈ പറയുന്നത്. അവരെ വൈര്യങ്ങളുണ്ടോ? അവരെ സൂക്ഷ്മതയും അവരുടെ വിശ്വാസവും അവരുടെ കർമ്മവും അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒക്കെ ജനാണ് പറയാം. കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല, അത് ഒക്കെ ജനാണ് പറയാം. ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എവിടെ നിൽക്കണം, ഞങ്ങൾ ഏത് രൂപത്തിൽ പോകണമെന്ന് ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു തരുടോ. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ഏത് വഴിക്ക് ചിന്തിച്ചാലും നിങ്ങളതിലില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹഖീഖത്ത് മുഹമ്മദിയയാകുന്ന ആ വഴിയിലൂടെ മശായിഖിന്റെ മാർഗത്തിൽ തന്നെ അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ പിന്നെ സ്റ്റേജ് കെട്ടിയാണ്ട് 4 ഹദീസും ആയത്തും ഓതി പറയുന്നതിന് പകരം വലിയ വലിയ പണ്ഡിതന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടെടുക്കുക. ഓൻ പറയുന്നത് ഇപ്പം ആരെങ്ങൾക്കറിയോ? AP ഉസ്താദിനെ പറയണത് ആരെ അറിയോ?
പൊന്മള ഉസ്താദിന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്ന് നോക്കൂ, ഇന്ന് നടന്ന സംഗതിയാണിത്. പാടന്തറ മർക്കസിൽ ദേവർഷോർ അബ്ദുസ്സലാം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 850ഓളം കുടുംബത്തിൻ്റെ കല്യാണം നടത്തിയത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് മുസ്ലിമും അമുസ്ലിമും ഒക്കെ ഉണ്ട്. AP ഉസ്താദ് മിനിഞ്ഞാന്ന് ബുധനാഴ്ച ഒരു പ്രഖ്യാപനം, ഒരു കുട്ടിക്ക് 1 രൂപ വെച്ചിട്ട് നമുക്കൊരു ചലഞ്ച് നടത്തുക. അവരാളെന്ത് ചെയ്യുക, 850 റുപ്യ, 850 കുട്ടികൾക്ക് 850 രൂപ ചലഞ്ച് വെച്ചപ്പോൾ ഒരു 3 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടിയാൽ വളരെ ഉഷാറായിരുന്നു എന്ന് പറഞ്ഞു. 3 കോടി കഴിഞ്ഞ് 6 കോടി കഴിഞ്ഞ് 7 കോടി കഴിഞ്ഞിടോ നൗസുവോ. എന്നുവെച്ചൊരു ചലഞ്ച് വെക്കാൻ എൻ്റെ കോമാടൻ്റെ കെയർ ഓഫിൽ ഇജെന്തേ കരുതിയത് അതാ കണ്ടോളിങ്ങൾ. ആ കല്യാണത്തിന് വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് പൊന്മള ഉസ്താദിനെ ആദരിക്കുന്ന ആദരവ്, യാ അല്ലാ ജല്ല ജലാലു. ഒന്ന് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ. പാടന്തറ മർക്കസിൽ കൂടിയ ജനങ്ങളാണിത്, ഒരു കല്യാണത്തിന് കൂടിയ ജനങ്ങളാണ്. അവിടെ വെച്ചുകൊണ്ടാണ് മൊഴിയസുന്ന പൊന്മള ഉസ്താദ് 50 വർഷമായി ദർസ് തുടങ്ങിയിട്ട്, 5 പതിറ്റാണ്ട് കാലം ദർസ് നടത്തിയ ആ പണ്ഡിതനിക്ക് വലിയ ഉപഹാരം അതാരാ നൽകണേ? അങ്ങോട്ട് നോക്കിയും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുകൾ. അത്ര പ്രായം ചെന്ന ആ പണ്ഡിതൻ എന്നേക്കാൾ 20 വയസ്സ് കുറവാണ് പൊന്മളക്ക് എന്ന് AP ഉസ്താദ് പറയാറുണ്ട്. ആ പൊന്മള ഉസ്താദിനും സുഖമില്ലാതായി. ഇപ്പോൾ 50 വർഷമായി ദർസ് അവിടെ തുടങ്ങിയിട്ട് ആ പണ്ഡിതന്മാരെയാണ് ഈ നൗഷാദി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെ ദീൻ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരെ കാണുന്ന ഖലീൽ ബുഖാരി തങ്ങളെ, സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ, പൊന്മള ഉസ്താദിനെ, പേരോട് ഉസ്താദിനെ, ഇങ്ങനെ പറയാൻ ഇനി ബാക്കി ആരുമില്ല. അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു പൊരുത്തവും ഇല്ലാത്ത ഒരാളായി അവൻ മാറി എന്നുള്ളത് മാത്രമാണ്. അങ്ങോട്ട് നോക്കി നിങ്ങൾ പൊന്മള ഉസ്താദ് കാട്ടണ് AP ഉസ്താദിനെ. അള്ളാഹുവേ ഒന്ന് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ചെറിയൊരു ഭാഗം ഞാൻ അതിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളൂ. പാടന്തറ മർക്കസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും. സുൽത്താനുൽ ഉലമ അതാ പ്രസംഗിക്കാൻ വേണ്ടി കയറി. സുൽത്താനുൽ ഉലമയുടെ പ്രസംഗം നോക്കൂ. സുൽത്താനുൽ ഉലമ എത്ര വയസ്സായിക്കണം അങ്ങോട്ട് നോക്കാൻ നിങ്ങൾ. ആ മുഖത്തേക്ക് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ തിളങ്ങുന്നു. എത്ര വയസ്സായിട്ടാണ് ആ തിളങ്ങുന്നത് നിങ്ങൾ? 94 വയസ്സായിട്ടും ആ മുഖത്തിൻ്റെ തെളിച്ചം നോക്കൂ പ്രിയപ്പെട്ടവരെ. നമുക്ക് 40 വയസ്സായപ്പോൾ തന്നെ കഴിഞ്ഞു കഥ. ആ സമയത്ത് 94 വയസ്സായിട്ടും ആ മുഖത്തിൻ്റെ മുഖപ്രസന്നത വിട്ടിട്ടില്ല, ആ ഭംഗി വിട്ടിട്ടില്ല, ചുറുക്ക് വിട്ടിട്ടില്ല. അത് എന്തുകൊണ്ട്? മഹാന്മാരുടെ കാവലാണ് മഹാനായ സുൽത്താനുൽ ഉലമക്കുള്ളത്. മലായിക്കത്തിങ്ങളുടെ കാവലാണ് സുൽത്താനുൽ ഉലമക്കുള്ളത്. ലോക മുസ്ലിമീങ്ങളുടെ കാവലാണ്, യതീമീങ്ങളുടെ ദ്വാഴയാണ് മഹാനായ സുൽത്താനുൽ ഉലമക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ തണലിലായി ദീർഘകാലം സേവനം ചെയ്യാൻ പടച്ചവനെ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അസ്സലാമു അലൈക്കും.